വീണാലും അലയമായി നിന്നെ കാത്തിടുവാൻ ദൂതന്മാരുണ്ടരികിൽ. അലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതനാമമുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതനാമമുണ്ടല്ലോ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്റെ ഉള്ളിലുള്ളതാ എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലം എന്റെ ഉള്ളിലുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതനാമമുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതനാമമുണ്ടല്ലോ. തിന്മയൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. വാങ്ങയൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. ആകെയൊന്നും അടുക്കയില്ല, എന്റെ ഭവനത്തിൽ ദൈവമുണ്ടല്ലോ. ആകെയൊന്നും അടുക്കയില്ല, എന്റെ ഭവനത്തിൽ ദൈവമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതനാമമുണ്ടല്ലോ. സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതനാമമുണ്ടല്ലോ. ഇതേ 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 യഹോവ, ഇതേ 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 യഹോവ, ഇതേ 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 യഹോവ, ഇതേ 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 ഒരു ആകുലമോ ഇനിയും യഹോവ, ഇതേ യഹോവ, ഇതേ 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 യഹോവ, ഇതേ 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 യഹോവ, ഇതേ 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 ആമേൻ യഹോവ, ഇതേ ഇതേ ഇതേ. വ്യാഴാഴ്ചയ്ക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. 91 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനദൂതാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് തൃപ്തി വരുത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്, അല്ലെങ്കിൽ ഒരു അധ്യായമാണ്. സ്തോത്രം. 91 സങ്കീർത്തനം.
ഈ 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ മുകളിലോട്ടുള്ള 15 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതന് നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ആമേൻ. തുടങ്ങി 10-ാം വാക്യം പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. അടുത്ത വാക്യം കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആമേൻ. അവൻ തൻ്റെ ദൂതന്മാരോട്, പ്രൈസ് ദി ലോർഡ്, നിന്നെക്കുറിച്ച് എന്താ കൽപ്പിക്കുന്നത്? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്. നോക്കിക്കേ, അപ്പോൾ ദൂതന്മാരുടെ ഡ്യൂട്ടി എന്താ? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ. അനുഗ്രഹിക്കല്ലേ? ആമേൻ. നിന്റെ കാല് ഒരു കല്ലിൽ തട്ടാതെ വണ്ണം നിന്റെ കാലിനെ സൂക്ഷിക്കുന്ന ദൈവം. എത്രയോ പ്രാവശ്യം ദൈവ പൈതലെ, ദൈവത്തിൻ്റെ അഭിഷക്തനെ, നിന്റെ കാൽ ഇടറിപ്പോകേണ്ട ഭാഗത്ത്, പാപത്തിലേക്ക് നയിക്കപ്പെടേണ്ട ശത്രു വലിച്ചുകൊണ്ടു പോകേണ്ട സമയത്തും നിന്റെ കാൽപാദത്തെ സൂക്ഷിച്ച ഒരു ദൈവം. ആ ദൂതനോട് പറയുക, എൻ്റെ ദാസൻ്റെ, എൻ്റെ ദാസിയുടെ, ആമേൻ, അവരുടെ മക്കളുടെ സ്തോത്രം, കാലുകൾ തട്ടരുത്. ആമേൻ. ഹല്ലേലൂയ. കാലുകൾ തട്ടിപ്പോകാതിരിക്കാൻ, ഇടറിപ്പോകാതിരിക്കാൻ എന്താ ജോലി എന്നറിയുമ്പോൾ അവരുടെ ജോലി? അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പം നടക്കേണ്ട കാര്യമില്ല, ദൈവം നിന്നെ എടുത്തുകൊണ്ട് പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ എടുത്തുകൊണ്ടാ പോകുന്നേ. അല്ലേ? ദൂതനോട് പറയുക, എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഒരു യാത്ര പോവുകയാണ്, കാല് കല്ലിൽ തട്ടി, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഒരു മുള്ളിലോ കല്ലിലോ ഒന്നും കയറാതെ, ഒരാണിയോ ഒന്നും കയറി പഞ്ചറാകാതെ, കുഞ്ഞുങ്ങൾ എൻ്റെ നാമവുമായി, എൻ്റെ നാമത്തിനായി കടന്നു പോകുകയാണ്. സ്തോത്രം. അവരെ എൻ്റെ നാമം ചൊല്ലി അവർ കടന്നു പോകുകയാണ്. അപ്പോൾ ദൂതനോട് പറയുക, നീ അവരെ യാത്രകളിൽ കൂടെ ഇരിക്കണം. എത്രയോ പ്രാവശ്യം അല്ലേ എൻ്റെ പൊന്ന് ദൈവദാസനെ, അല്ലേ നമ്മെ താങ്ങിയത്? നമ്മൾ ചിന്തിച്ചു, എതിരെ വരുന്ന വാഹനം നമ്മെ ഇപ്പോൾ ഇടിച്ച് തകർത്ത് നമ്മൾ തീർന്നു പോകുമെന്ന് വരെ നമ്മൾ ചിന്തിച്ച് സ്വപ്നം കണ്ട ദിവസങ്ങളില്ലേ? പക്ഷെ അവിടെ എല്ലാം നമ്മെ ഭയപ്പെടുത്തിയ കിരാതമായ ചില സംഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? തകർന്നു പോകുമെന്ന്, ഉടഞ്ഞു പോകുമെന്ന്, ഇപ്പോൾ നിന്റെ വീട്ടിൽ ശവപ്പെട്ടി വരുമെന്നൊക്കെ ശത്രു വെല്ലുവിളിച്ചില്ലേ? ആമേൻ. പക്ഷെ കർത്താവിൻ്റെ നീതിയുള്ള കരം, നീതിയുള്ള ആ സിംഹാസനത്തിന് നടുവിൽ, നീതിയുള്ള ആ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ വചനത്തിന് നടുവിൽ ദൈവം നമ്മെ നിർത്തിയില്ലേ? ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതല്ല ദൈവം. സ്തോത്രം. ഒരു മനുഷ്യനെയും നിന്റെ മുമ്പിൽ നിൽക്കില്ല എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ 2-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാ, നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന്. സ്തോത്രം. ആമേൻ. നോക്കിക്കേ, നീ എന്ത് ചെയ്യണം? ദീർഘായുസ്സോടെ, സ്ഥിരതയോടെ, ആമേൻ, ആമേൻ, നടക്കേണ്ടതിന്, ഇരിക്കേണ്ടതിന്. ആമേൻ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. സ്തോത്രം. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിൽ, റൂട്ടിൽ നടക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ അതിനകത്ത് ഒരു ശത്രുവിനെയും കർത്താവ് കടത്തിവിടത്തില്ല. പക്ഷേ ശത്രു ഉണ്ട്. അതാ പറഞ്ഞത്, ദൂതന്മാരെ നിന്റെ അടുത്ത് നിന്നെ താങ്ങുവാൻ, എടുത്തുകൊണ്ട് പോകുവാൻ. പലപ്പോഴും ദൈവം എന്നെയും നിങ്ങളെയും കരങ്ങളിൽ എത്രയോ നാൾ വഹിച്ചല്ലേ? സ്തോത്രം. ആമേൻ. എത്രയോ നാൾ, 1-2 ആണോ?
ഇപ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ 90 വയസ്സോ ഒക്കെ ആയവരായിരിക്കാം. ഈ 90 വർഷവും നമ്മെ സൂക്ഷിച്ചില്ലേ കർത്താവ്? 40 വർഷമായിരിക്കാം, 40 വർഷവും ദൈവം സൂക്ഷിച്ചില്ലേ? 47 വർഷമായിരിക്കാം, ഈ 47 വർഷവും ദൈവം നമ്മെ ചുമന്നില്ലേ? നമ്മൾ എന്താ ദൈവത്തിന് പകരം കൊടുത്തേ? നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഒരാളിനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തില്ലേ? നമ്മുടെ വായിൽ നിന്ന വാക്കുകൾ കർത്താവിൻ്റെ നാമത്തിന് അനുഗ്രഹമായി തീർന്നിട്ടുണ്ടോ? ഒരാളെങ്കിലും ഈ 50 വർഷങ്ങൾ രക്ഷിക്കപ്പെടുത്തിയിട്ടുണ്ടോ? ഒരാളെങ്കിലും പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഒരാളോടെങ്കിലും ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? കണക്ക് പറയേണ്ടി വരും. ഈ ചുമന്ന ദൈവത്തെ പലപ്പോഴും മറന്നു പോയിട്ടില്ലേ? നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നന്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ വേണ്ട. കണക്ക് പറയേണ്ടി വരും. ദൈവ പൈതലേ, കർത്താവ് നമ്മെ ചുമന്ന വിധങ്ങളൊന്ന് ഓർത്താൽ സ്തോത്രം. കർത്താവ് നമ്മെ നയിച്ച വിധങ്ങളെ ഒന്ന് ഓർത്താൽ, കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർത്താൽ സ്തോത്രം. എത്രയോ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു അല്ലേ? ആയുസ്സിന് കേടുവരുത്തേണ്ട ഒത്തിരി പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, ഒത്തിരി ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു ഇല്ലേ? ഒത്തിരി പകർച്ചവ്യാധികൾ വന്നില്ലേ? വിട്ടുകൊടുത്തോ ദൈവം? അടുത്തുള്ളവർ, സ്നേഹിതന്മാർ, സമപ്രായക്കാർ പലരും പോയില്ലേ? നമ്മെ ദൈവം വിട്ടുകൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാ? ഒരു വർഷം കൂടെ നിൽക്കട്ടെ. 2025 ഇതേ 10ാമത്തെ മാസത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇതുവരെക്കെങ്കിലും ഒരാളിനെങ്കിലും പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇതുവരെക്കും ഒരാളിനെ രക്ഷിക്കപ്പെടുത്തിയിട്ടുണ്ടോ? ഒരാളുടെ സ്നാനത്തിന് നിങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഈ 50 വയസ്സ് വരെയും കർത്താവ് ചുമന്നില്ലേ? ആമേൻ. 52 വയസ്സ് വരെയും ചുമന്നില്ലേ? ഈ 70 വയസ്സ് വരെയും ദൈവം ചുമന്നില്ലേ? ഈ 80 വയസ്സ് വരെയും ദൈവം ചുമന്നില്ലേ? ഈ 30 വയസ്സ് വരെയും ദൈവം ചുമന്നുകൊണ്ട് നടന്നില്ലേ? ദൂതന്മാരെ കാവലാക്കിയില്ലേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ദൈവ പൈതലേ? ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? പിന്നെ എന്തിനാ ദൈവം തന്നില്ല എന്ന് പ്രാർത്ഥിക്കുന്നേ? പിന്നെ എന്തിനാ ദൈവം എനിക്ക് ചെയ്തില്ല എന്ന് പ്രാർത്ഥിക്കുന്നേ? ദൈവം നമ്മൾ ഏൽപ്പിച്ച എത്രയോ കാര്യങ്ങൾ ഇപ്പോഴും ബെൻഡിങ്ങിലാ, ഇപ്പോഴും കിടപ്പുണ്ട്. ആയിരക്കണക്കിന് കാര്യങ്ങൾ. ഒന്നെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ആമേൻ. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ദൈവം പറയുന്ന ദൂതനോട് പറയുക, നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ ഏത് വഴി, നീ ഇവിടെ ഏതെല്ലാം വഴിയിൽ പോയല്ലേ? ദൈവഹിതമില്ലാത്ത വഴിയിൽ വരെ നീ സഞ്ചരിച്ചു, പക്ഷെ അവിടെ എല്ലാം ദൈവം നിന്നെ താങ്ങിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചുകൊട്, ദൈവത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചുകൊട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ സ്തോത്രം. ദൈവം ഞങ്ങളെ പിന്നെയും അനുഗ്രഹിക്കണം, മാനിക്കണം. ക്രൂശിൻ്റെ മറവിൽ മറച്ചാട്ട് അത്ഭുതം ചെയ്താട്ട് യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.